ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഇതുപോലെ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് കളയുന്ന ഒരു സാധനമുണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ജിമെയിലിൽ ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണോ അന്ന് മുതൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിൽ, ഇതിപ്പോൾ പഴയ ജിമെയിലിൻ്റെ ലോഗാണ്, നിങ്ങളത് പുതിയ ജിമെയിലിൻ്റെ ലോഗായിരിക്കും ചിലപ്പോൾ കാട്ടുക. അതുകൊണ്ട് തന്നെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെർച്ച് ബാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യേണ്ടത് അതിനായിട്ട് അതിൻ്റെ മേലൊന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ആദ്യം അൺസബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സെർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഇത്രയും സാധനങ്ങളുണ്ടാവും. ഇത് ഒരുപാടുണ്ടാവും. നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും ഹാങ് വരെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒഴിവാക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ മുകളിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ സെലക്ട് ഓളിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓൾ കൊടുക്കുക. അപ്പോൾ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, പിന്നെ ചില ജിമെയിലിൽ ഒറ്റ സെലക്ട് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 100 മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇവിടെ നോക്കണം, സെലക്ട് ഓൾ കൊടുത്താലും എത്ര എണ്ണമാണ് ഇവിടെ കാട്ടുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് ഡിലീറ്റ് ആയിട്ടില്ല, കാരണം 100 മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ടൈം ഒഴിവാക്കുന്നില്ല, ടൈം കളയുന്നില്ല. ഇതുപോലെ സെലക്ട് ഓൾ കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് 100കൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇനി അടുത്തത് വീണ്ടും നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒഴിവാക്കുന്നുണ്ട്. ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട്, ഞാനങ്ങനെ കോപ്പി ചെയ്തതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഓൾഡർ _ ദെൻ ഡബിൾ കുത്തിൻ്റെ പേര് എനിക്കറിയില്ല, അങ്ങനെ പിന്നെ എത്ര വർഷമാണ് നിങ്ങൾക്ക് ഓൾഡർ ആയിട്ടുള്ള ഫയലുകൾ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് 1 year ആണ് കൊടുത്തത്, എന്നിട്ട് സെർച്ച് ചെയ്യാണ്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടാത്ത ഇങ്ങനെയും ഒരുപാട് ഇമെയിൽ ഉണ്ടാകും. ഇതുപോലെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുന്നു, സെലക്ട് ഓൾ കൊടുക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മുമ്പ് തന്നെ ഇതുപോലെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ടാകും. ആ സ്റ്റാർ ഉള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും ഒരുപാട് നിങ്ങൾക്ക് വേണ്ടാത്തത് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ആയിട്ട് ഒരുപാട് ലഭിക്കുന്നതായിരിക്കും. ഇനി ലാസ്റ്റത്തെ കുറച്ച് കാര്യം, ഇനി ഇതാകണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെ ടൈം കണ്ടെത്തിയിട്ട് സെലക്ട് ഓൾ കൊടുക്കുക. ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അവസാനത്തെ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ഏതാണ് നോക്കാം. ഇനി നിങ്ങളുടെ സ്റ്റോറേജ് കളയുന്നത് വീണ്ടും ഇതുപോലെ സെർച്ച് ബാറിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ ഒഴിവാക്കുകയാണ്. ഇതുപോലെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് #, അറ്റാച്ച്മെൻറ്റ്, ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പിന്നെ മെയിലുകളാണ് നിങ്ങളുടെ ഒരുപാട് സ്റ്റോറേജ് നിങ്ങളുടെ കുറയ്ക്കാനുള്ള കാരണക്കാരൻ. അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെൻറ്റ് ലാർജർ _ ഒരു 10M കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണില്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഈ 10M നിങ്ങൾക്ക് ഏത് സംഖ്യ മാറ്റുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നോ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് കിട്ടും. എത്ര സ്റ്റോറേജ് കിട്ടി, വീഡിയോ ഉപകാരപ്പെട്ടോ എന്നത് കുറച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മോട്ടിവേഷൻ.